ദ സ്മൈൽ മാൻ പോയ വർഷം അവസാനത്തോടു കൂടി നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ക്രൈം ത്രില്ലർ ചിത്രമാണിത്. ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശ്യാം പ്രവീണാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ആഗ്രഹിച്ച ഒരു സിനിമ കൂടിയാണ്. കാരണം നമ്മുടെ ഇഷ്ട ജോണറായിട്ടുള്ള ക്രൈം ത്രില്ലറാണ്, ഇതിനുള്ളിൽ സീരിയൽ കില്ലറും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ആണെന്നൊക്കെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിച്ച സിനിമയാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ഒന്നും ഷോയും കാര്യങ്ങളൊന്നും ആളില്ലാത്തതുകൊണ്ട് ഓടിയില്ല, പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറ്റുകയും ചെയ്തു. എന്തായാലും സിനിമ OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു സിനിമ ഡിജിറ്റലി അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സിനിമ കണ്ടതും. സിനിമയുടെ കഥ എന്നുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ സിനിമയ്ക്കുള്ളിൽ ഒരു സീരിയൽ കില്ലർ ഉണ്ട്. ആളെ വിളിക്കുന്ന പേരാണ് സ്മൈൽ മാൻ എന്നുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അല്ലെങ്കിൽ ആ കില്ലർ ആരെങ്കിലും കൊന്നതിന് ശേഷം സ്മൈല് ചെയ്യിച്ചിരുത്തുന്ന രീതിയിലായിരിക്കും ആ കില്ലറുടെ രൂപം മാറ്റിയെടുക്കുക. അതായത് മുഖം കീറിയൊക്കെ വെച്ചിട്ട് സ്മൈലൊക്കെ പോലെ ജോക്കറിനെ പോലെ ആക്കി വെച്ചിട്ട് അദ്ദേഹം പോകും. അതുകൊണ്ടാണ് ഈ സ്മൈൽ കില്ലർ എന്ന് പറയുന്ന ദ സ്മൈൽ മാൻ എന്നുള്ള ആ ഒരു പേര് ഈ കില്ലറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ഒന്നും ഇല്ലായിരുന്നു, സ്പോട്ടിൽ കളത്തിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പ്രസൻറ്റിൽ അദ്ദേഹം വീണ്ടും വരികയാണ്, അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും കൊലപാതകങ്ങൾ ആരംഭിക്കുകയാണ്. ഇതിനുശേഷം ഇദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് സിനിമയുടെ ഒരു പ്രമേയം എന്ന് പറയാൻ സാധിക്കും. അത്യാവശ്യം ഒരു ക്രൈം ത്രില്ലർ സിനിമ പ്രേമിയെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന എലമെന്റ്സ് ഒക്കെ കൂടിച്ചേർന്ന ഒരു സ്റ്റോറി ലൈൻ തന്നെയായിരുന്നു ചിത്രത്തിൻ്റെതെന്ന് പറയാൻ സാധിക്കും. അതും വലിയ പുതുമയുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഓക്കെ, അതായത് നമ്മൾ ഇതിനു മുമ്പും കേട്ട് ശീലിച്ചിട്ടുള്ള സീരിയൽ കില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിലൊക്കെ കൊണ്ടുവച്ച കഥ തന്നെയാണ്. എങ്കിൽ കൂടിയും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു സീരിയൽ കില്ലർ ഉണ്ട്. ആ സീരിയൽ കില്ലർ ഇങ്ങനെ തുടർക്കൊലകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഒരു അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ പോവുകയാണ്. പിന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു ടോട്ടാലിറ്റിക്കുള്ളിൽ ഒരു സസ്പെൻസ് ഉണ്ട്. ആരാണ് കില്ലർ, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ അത്യാവശ്യം ഒരു സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കഥാഗതി ഉണ്ടായിരുന്ന ഒരു ചിത്രം തന്നെയാണ് ഇത് സ്മൈൽ മാൻ എന്ന് പറയാൻ സാധിക്കും. കൂടാതെ പ്രകടനങ്ങളും അത്യാവശ്യം ഓക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്ന ഒരു സിനിമയെന്നൊന്നും പറയാൻ സാധിക്കില്ല. ശരത് കുമാറിനെയാണ് എടുത്തു പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് കുറച്ച് സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ട്. അത് അൽഷിമേഴ്സ് രോഗവും കാര്യങ്ങളൊക്കെ പിടിവിട്ട, അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം ഈ ഒരു സിനിമയ്ക്കുള്ളിൽ എത്തുന്നത്. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് കുറച്ച് മാനസിക സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നീറ്റായിട്ട് അദ്ദേഹം സ്ക്രീനിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്, ഈ സിനിമാ ലോകത്തെ ചിന്ത എന്നുള്ളത്, കഥാനായകൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മെൻ്റലി എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വേണം എന്നുള്ളൊരു മോശം ചിന്താഗതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഇറങ്ങുന്ന മിക്ക സിനിമയിലും ഈ ഒരു പരിപാടി പിടിക്കുന്നുണ്ട്. അതായത് നായകന് എന്തെങ്കിലും പാസ്റ്റിൽ എന്തെങ്കിലും ഫാമിലിയുമായിട്ടോ എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും വിഷയം അതിനെ ചുറ്റിപ്പറ്റി അദ്ദേഹം ഡിപ്രഷൻ അടിച്ചിരിക്കുന്നു, പെട്ടെന്നൊരു കേസ് കിട്ടുന്നു, പിന്നെ ആ ഡിപ്രഷൻ സ്റ്റേജിൽ പോയിട്ട് അന്വേഷിക്കുന്നു. ഈ പരിപാടി തന്നെയാണ് ഈ കഥാപാത്രത്തിലും കൊടുത്തിട്ടുണ്ടായിരുന്നത്. പെർഫോമൻസ് വൈസിൽ നോക്കി കാണുമ്പോഴത്തേക്ക് അദ്ദേഹം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. കൂടാതെ ഇനി ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അത്യാവശ്യം നീറ്റായിട്ടുള്ള പ്രകടനം കൊടുക്കുന്നുണ്ട്. ആ ഇനിയയുടെ ഒരു മകളായിട്ടൊരു കുട്ടി എത്തുന്നുണ്ട് കേട്ടോ. ആ കുട്ടിയുടെ പ്രകടനം പറയണം, വളരെ തന്മയത്വത്തോടു കൂടി തന്നെയാണ് ആ കഥാപാത്രത്തെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞി കൊച്ചാന്ന്, നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ സിജാ റോസ് തുടങ്ങിയ കുറച്ച് താരങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ പ്രകടനങ്ങളാണ് എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടെക്നിക്കലി നോക്കി കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ക്വാളിറ്റി ഫീൽ പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി സാൻ ലൊക്കേഷൻ്റെ എഡിറ്റിംഗ് വർക്കിന് സാധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിക്രം മോഹൻ, അദ്ദേഹമാണ് ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി കാഴ്ച കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്കും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നെന്ന് പറയാൻ സാധിക്കും. പിന്നെ ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ബാക്ക് ബോൺ തന്നെയാണ് മ്യൂസിക് വർക്ക്, അല്ലെങ്കിൽ BGM എന്നൊക്കെ ഉള്ളത്. ഈ സിനിമയ്ക്കുള്ളിൽ അത് അത്രത്തോളം വർക്കൗട്ടായി പേഴ്സണൽ എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ ഒരു സിനിമ മൊത്തത്തിൽ പറയുമ്പോഴേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രില്ലിംഗ് കഥാപരിസരം ഉണ്ടായിരുന്നു, ഒരു മികച്ച നായക പ്രകടനം ഉണ്ടായിരുന്നു, അതുപോലെ വില്ലൻ്റെ പ്രകടനവും കൊള്ളായിരുന്നു. വില്ലനെ പറ്റി നമ്മൾ പ്രതിപാദിക്കാത്തത് അത് സസ്പെൻസ്ഫുൾ ആയിട്ട് സിനിമയിൽ വെച്ചിരിക്കുന്നുള്ളതുകൊണ്ടാണ്. അത് ക്ലൈമാക്സിലാണ് ആരാണെന്നൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും സിനിമ കണ്ടു തീർത്ത് കഴിയുമ്പോഴത്തേക്കും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഒരു വാവ് മൊമെന്റ് ചിത്രം നൽകുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്നുള്ളത്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് കഥയുണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം ത്രില്ലടിപ്പിക്കാൻ പറ്റുന്ന ഒരു കഥയുണ്ടെങ്കിലും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി തിരക്കഥാകൃത്തിന്, അല്ലെങ്കിൽ ആ തിരക്കഥ എഴുത്തിന് സാധിക്കാതെ പോയി എന്നുള്ളത് വസ്തുത തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഒരു ക്ലീഷ ടെംപ്ലേറ്റിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. എങ്കിലും കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ എത്തുന്നുള്ളത് കൊണ്ട് തന്നെ സിനിമ അത്യാവശ്യം ഒരു സെക്കൻഡ് ഹാഫ് ഒരു പകുതി വരെയൊക്കെ തന്നെ കുഴപ്പമില്ല എന്നുള്ളൊരു മൂഡിലൊക്കെ ഇരുത്തുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ആരാണ് കില്ലർ, അതുപോലെ തന്നെ എന്താണ് മോട്ടീവ് എന്നൊക്കെ കാണിച്ചു തരുമ്പോഴത്തേക്കും അത് ഇമ്പാക്ട്ഫുള്ളായിട്ട് എത്തിക്കാൻ വേണ്ടി റൈറ്റർക്ക് സാധിക്കുന്നില്ല. അതാണ് സിനിമയുടെ വലിയൊരു ഡ്രോബാക്ക് എന്നുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, അതാണ് പ്രേക്ഷകരുടെ ആകാംക്ഷ എന്നുള്ളത്. ആരാണ് കില്ലർ, എന്തിനു വേണ്ടിയാണ്
ഇതാണ് ഇങ്ങനെ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ വീക്കായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതും ക്ലൈമാക്സ് രംഗം കൂടിയാണ്, അത് അത്രയും വീക്കായി കഴിഞ്ഞാൽ അത്രത്തോളം പ്രേക്ഷകർക്ക് സിനിമ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ എന്താണ് ഈ ക്ലീഷേ നിറഞ്ഞ അവതരണം എന്നതുപോലെ തന്നെ ഒരുപാട് ലോജിക്കൽ ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിനിമയിൽ ഫീൽ ചെയ്യാൻ സാധിക്കും. ഞാനത് സ്പോയിലർ ആകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് എന്താണെന്ന് പറയുന്നില്ല, എനിക്ക് പറയണമെന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവർ ഈ റൈറ്റിങ്ങിൽ, അത് തിരക്കഥയിൽ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിരുന്നു. കാരണം ഒരു ടിപ്പിക്കൽ ഒരു സംഭവവികാസങ്ങളൊക്കെ കാണിച്ച് അവസാനിപ്പിച്ച ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി എന്തായാലും കാണും. അതുപോലെ തന്നെ ശരത് കുമാറാണ്, അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെ തന്നെ ഉള്ളായിരുന്നു. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ മോശമല്ലാത്ത ഒരു ടെക്നിക്കൽ ക്വാളിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഒരു ടൈം പാസിലിരുന്ന് കാണാമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് മാക്സിമം ഒരു 6/10 ആണ് നൽകുന്നത്, 10/6. എന്നെ സംബന്ധിച്ചിടത്തോളം ചുമ്മാ ഒരു ടൈം പാസിന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു തമിഴ് ത്രില്ലർ സിനിമ. ഓക്കെ, പിന്നെ ഫാമിലി ആയിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് തന്നെ ഇരുന്ന് കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് വയലൻസ് നിറഞ്ഞ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണുമല്ലോ ഇത്തരത്തിലെ ഫിലിംസിൽ, അപ്പോൾ അത് മാത്രം ഒന്ന് മൈൻഡിൽ വെക്കുക. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.